അല്ല കുടി സംസാരിച്ചു. അല്ല അദ്ദേഹം പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, സംസാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം അതിൻ്റെ അകത്ത്. ഞാൻ കോഴിക്കോട്ടെ 13 സീറ്റുകളെയും UDF സ്ഥാനാർത്ഥികൾ ജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, നമ്പർ 1. നമ്പർ 2, ഞാൻ ഒരിക്കലും സീറ്റ് ചോദിച്ചിട്ടില്ല. ഞാൻ സ്ക്രീനിങ് കമ്മിറ്റി മിസ്ത്രി എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നും. ഞാൻ ഇതുമായി ഒരു കത്ത് നൽകിയിട്ടില്ല. ഞാൻ പക്ഷേ എന്നോട് ഇങ്ങോട്ട് ലീഡേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിച്ച് ജയിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ എണ്ണം കൂട്ടണം. മനസ്സിലായില്ലേ? തോൽക്കുന്ന സീറ്റുകൾ എന്നാ പറഞ്ഞു. അപ്പം ലീഡർഷിപ്പിൻ്റെ തീരുമാനമാണ് ആ കാര്യം. അതല്ലാതെ ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് ആരെ പേരും പറയുന്നില്ല. അതുകൊണ്ട് എനിക്കിനി 3 വർഷങ്ങൾ ഞാൻ കംഫർട്ടാണ്, മനസ്സിലാക്കിക്കൊള്ളണം. എനിക്കതിന് 3 വർഷം കൂടിയുണ്ട്, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒരു സീറ്റിന് വേണ്ടി ഒരിക്കലും ചോദിച്ചിട്ടില്ല. പറയണ്ട, സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനോട് പറയേണ്ടത്, മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് വിന്നബിലിറ്റി ഉള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം. ഗവൺമെൻറ് തിരിച്ചു വരണം, UDF ഗവൺമെൻറ് ഉണ്ടാകണം. അതിന് വിന്നബിലിറ്റി പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം, മറ്റു പരിഗണന പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട്, തോൽക്കുന്ന സീറ്റ് എടുത്ത് ജയിക്കാൻ കഴിയുമോ അത് ആലോചിക്കണം. അതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് ജയിച്ചാൽ അത്ര കൂടി, മനസ്സിലാക്കിക്കൊള്ളണം. ഒരെണ്ണം UDFന് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ പറയാം, എന്നെ ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. വ്യക്തിപരമായി എനിക്ക് 3 വർഷം കൂടിയുണ്ട്. ഞാൻ കംഫർട്ടാണ്. ഞാൻ ഇതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് UDFനെ തിരിച്ചു കൊണ്ടുവരിക അധികാരത്തിൽ. അതിന് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകൾ ജയിപ്പിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പൊ സുധാകരന്റെ സാഹചര്യം, സുധാകരനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, എന്താണ് സുധാകരൻ എന്താണ് പറഞ്ഞത്? അല്ല ഞാൻ പറഞ്ഞല്ലോ, തോൽക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായി കോൺഗ്രസ് MLA-മാരല്ല. UDFന് ഒരു MLA ഉള്ളപ്പോൾ, ഒരു MLA RMP ആണ്. അപ്പോൾ സ്വാഭാവികമായും മലബാറിൽ UDFന് കൂടുതൽ സീറ്റുകൾ കിട്ടാവുന്ന ഒരു ജില്ല കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് തോൽക്കുന്ന സീറ്റുകൾ ജയിച്ചെടുക്കണം. അപ്പോൾ അത്തരം ഒരു ഘട്ടം വന്നാൽ നിൽക്കേണ്ടി വരും എന്നാണ് എനിക്ക് സൂചന നൽകിയത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. കേരളത്തിൽ കോൺഗ്രസ് UDF തിരിച്ചു വരാൻ ഏതൊക്കെയാണ് വളരെ ഗുണപരമായി മാറുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കായിരിക്കണം തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അല്ല ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്, മനസ്സിലായിക്കോളാം. ഇങ്ങോട്ടേക്ക് തന്നെ വാഗ്ദാനമാണല്ലോ, ആദ്യം അങ്ങേക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വാഗ്ദാനമാണ്, ഇപ്പോൾ അത് ഇല്ല എന്ന് പറയുന്നു. അതിൽ താങ്കൾക്ക് ഇല്ല, എനിക്കത് യാതൊരു പ്രശ്നമില്ല. എന്താണെന്നറിയൂ, ഞാൻ പാർട്ടിക്കാരനാണ്. എൻ്റെ ലക്ഷ്യം UDFനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കോഴിക്കോട്ടെ 13 സീറ്റിൽ ജയിപ്പിക്കാൻ ലക്ഷ്യം. അതിനാണ് ഞാൻ ശ്രമിക്കാൻ വേണ്ടി പോകുന്ന മറ്റൊന്നും വിഷയമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.